വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബഹുമാന്യരെ, ജൂൺ 19 വീണ്ടും ഒരു വായനാ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ആദരസൂചകമായിട്ടാണ് 1966 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരമായി നമ്മൾ ആചരിക്കുന്നത്. എന്നാൽ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നീട് പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ളവരാണ് നമ്മളിൽ പലരും. കാലം മാറുന്നതനുസരിച്ച് വായനയുടെ പ്രാധാന്യവും കുറഞ്ഞു വരികയാണ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് ഒരു പരിധിവരെ വായനയെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്നതിലൂടെ എല്ലാത്തിനും സമയമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന്. റീലുകളും ഷോർട്സുകളും കണ്ട് ശീലിച്ചതിനാൽ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ മടിയാണിന്ന് പലർക്കും. കുറച്ചു നേരം എന്തെങ്കിലും വായനയിൽ മുഴുകിയിരിക്കുമ്പോഴേക്കും ഫോൺ നോക്കാൻ മനസ്സ് തുടിക്കാൻ തുടങ്ങും. ഇതിലൂടെ ഒരു കാര്യത്തിൽ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഏകാഗ്രതയാണ് കുറയുന്നത്. വരികൾ ആഴത്തിൽ വായിച്ചു മനസ്സിലാക്കേണ്ടതിനു പകരം വെറുതെ കണ്ണോടിച്ചു പോയാൽ വായിച്ച കഥയോ ആശയമോ എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്നു. ഒരു കാര്യത്തെപ്പറ്റിയും സ്വന്തമായി ചിന്തിക്കാനോ വിലയിരുത്താനോ അറിയാതെ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുകയാണിന്ന് പലരും. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ചിന്താശേഷി നശിക്കുകയും ജീവിത രീതി മാറുകയും ചെയ്യുന്നു. എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സ്വന്തമായി ചിന്തിക്കാൻ കഴിഞ്ഞാലല്ലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ പുസ്തകവും അറിവിൻ്റെ ലോകമാണ്. ആ ലോകത്തിലേക്ക് എത്താനുള്ള വഴിയാണ് വായന. വായനയിലൂടെ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാവനയും ചിന്താശേഷിയും വികസിക്കുന്നു. നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള തിരിച്ചറിവാണ് നമുക്ക് നല്ലൊരു വായനയിലൂടെ ലഭിക്കുന്നത്. വായനയെ നമ്മുടെ ജീവിതശൈലിയായി മാറ്റേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തിന് ഒരു അച്ചടക്കവും പുതിയ കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കാനും വായന അത്യന്താപേക്ഷിതമാണ്. നവമാധ്യമങ്ങളിലെ ദുരുപയോഗം കുറയ്ക്കാനും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും എല്ലാത്തിനുമുപരി നല്ലൊരു മനുഷ്യനാകാനും വായനയിലൂടെ കഴിയും. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ്. മടിയുടെയും തിരക്കിൻ്റെയും പേരിൽ വായനയെ ഒരിക്കലും ഒഴിവാക്കരുത്. അറിവ് നേടാനും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാനും വായന നമ്മളെ സഹായിക്കുന്നു. അതിനാൽ വായനയാകട്ടെ ലഹരി എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഞാൻ കടമെടുക്കുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.